അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേറ്റെടുക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 US ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ VIP-കളുടെ വൻ നിരയാകും പങ്കെടുക്കുക. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ട്രംപിന്റെ രണ്ടാം ഊഴത്തിനാണ് തുടക്കമാകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 US ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. -6 താപനില താഴ്ന്നതിനാലാണ് ചടങ്ങുകൾ പുറത്തു നടത്തുന്നത് ഒഴിവാക്കിയത്. 1985 റൊണാൾഡ് റെയ്ഗന്റെ സത്യപ്രതിജ്ഞയാണ് അകത്തെ വേദിയിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ളത്. 1955 അമ്മ സമ്മാനിച്ച ബൈബിൾ, 1861 എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിൾ എന്നിവയിൽ തൊട്ടാകും ട്രംപിന്റെ സത്യപ്രതിജ്ഞ. ലിങ്കന്റെ ബൈബിൾ ആദ്യ സ്ഥാനാരോഹണത്തിലും ട്രംപ് ഉപയോഗിച്ചിരുന്നു. 4 വർഷം മുൻപ് US ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറിയ സംഭവത്തിന് ശേഷം ആദ്യമായാണ് ട്രംപ് US തലസ്ഥാനത്ത് തിരികെ എത്തുന്നത്. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡ് വേദിക്കകത്തെ ക്യാപിറ്റോൾ 1 അറീനയിൽ നടത്തും. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റോളിലേക്കുള്ള ട്രംപിന്റെ യാത്രയിൽ പങ്കുചേരും. ജോ ബൈഡനും ഭാര്യ ജിൽ ബൈഡനും ട്രംപിനായി ചായ സൽക്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബൈഡൻ പ്രസിഡന്റായപ്പോൾ ഈ ചടങ്ങിന് ട്രംപ് തയ്യാറായിരുന്നില്ല. ക്യാപിറ്റോളിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ്, ബറാക് ഒബാമ എന്നിവരും, ഹില്ലരി ക്ലിന്റൺ, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ടെസ്ല CEO ഇലോൺ മസ്ക്, മെറ്റ CEO മാർക്ക് സുക്കർബർഗ്, ആൽഫാബെറ്റ് CEO സുന്ദർ പിച്ചെ തുടങ്ങിയവരും, നടന്മാർ, ഗായകർ, കായിക താരങ്ങൾ തുടങ്ങി വൻ താരനിരയും പങ്കെടുക്കും. സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കറും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.